അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. എങ്ങനെയാണ് നമ്മൾ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഒരു 555 ടൈമർ വെച്ച് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് വർക്കിംഗ് ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇതിൽ ഒബ്ജക്റ്റീവ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. The IC555 can be operated as a monostable multivibrator by connecting external resistor and capacitor. അപ്പോൾ നമുക്കതിൻ്റെ ഡീഫോൾട്ട് പാക്കേജ് എങ്ങനെയാണെന്ന് അറിയാം. The circuit has only one stable state. When trigger is applied, it produces a pulse at the output and return back to the stable state. The duration of the pulse depends on the value of R and C. As it has only one stable state, it is also called one shot multivibrator. അപ്പോൾ മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള മൾട്ടി വൈബ്രേറ്റർ ആണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓൾറെഡി നമ്മൾ പഠിച്ച ട്രിഗർ ഇൻപുട്ടാണ് നമ്മുടെ ഒരു സ്റ്റേബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി. സോ അതെങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു 555 ടൈമറിൻ്റെ പൾസ് വിഡ്ത്ത് അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. വിഡ്ത്ത് അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് ഡിറൈവ് ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോർമുല എഴുതാം. W = 1.1 into RC. W = 1.1 into RC. W എന്ന് പറഞ്ഞാൽ എന്താണ്? പൾസ് വിഡ്ത്താണ് അല്ലെങ്കിൽ ടൈമാണ്. അപ്പോൾ എന്താണ് RC? നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററിങ് കപ്പാസിറ്റി വാല്യൂ ആണ് RC. അപ്പോൾ നിങ്ങളോട് പൾസ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എങ്ങനെയാണ് 555 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നത് നോക്കുന്നത്. പിൻ 1 എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. പിൻ 1 അല്ലേ, ഈ ഫിഗറിൽ തന്നെ കാണാം. പിൻ 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ട്രിഗർ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് അറ്റ് പിൻ 2. പിൻ നമ്പർ 2ലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, ട്രിഗർ ഇൻപുട്ട് അപ്ലൈ ചെയ്തു ആസ് യൂഷ്വൽ അല്ലേ. ഇൻ ക്യൂഷൻ കണ്ടീഷൻ ഓഫ് ഔട്ട്പുട്ട് ദിസ് ഇൻപുട്ട് ഈസ് കെപ്റ്റ് അറ്റ് പോസിറ്റീവ് VCC. To obtain the transition of output from stable state to quasi stable state, a negative going pulse of narrow width of pulse width of output waveform and amplitude is greater than +2/3 VCC is applied to pin number 2. ഒന്നുമില്ല, വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഒന്നെങ്കിൽ നമ്മൾ 2/3 എബോ അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ട്രിഗറിങ് ആക്ഷൻ നടക്കുന്നത് എന്ന് ഓർക്കുക. ഔട്ട്പുട്ട് 3 ഈസ് ടേക്കൺ ഫ്രം പിൻ നമ്പർ 3. ഇതിൽ പിൻ നമ്പർ 3 ഔട്ട്പുട്ടാണ്. ഇത് തന്നെയാണ് ഔട്ട്പുട്ട് 3നെ അക്രോസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിൻ നമ്പർ 4 ഈസ് യൂഷ്വലി കണക്റ്റഡ് ടു +VCC ടു അവോയ്ഡ് ആക്സിഡൻഷ്യൽ റീസെറ്റ്. അപ്പോൾ ആക്സിഡൻ്റലി റീസെറ്റ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ നമ്പർ 4നെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, +VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻ്റലി റീസെറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കാം, ഇതിന് എറേഴ്സ് സംഭവിക്കാം. അല്ലെങ്കിൽ മൊത്തം ഔട്ട്പുട്ട് റീസെറ്റ് ആയി പോവാം. ഇത് ആക്സിഡൻ്റൽ റീസെറ്റ് ആയി പോവാതിരിക്കാൻ നമ്മൾ ഈ 4ഉം 8ഉം നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് പിൻ നമ്പർ 5 ആണ്. പിൻ നമ്പർ 5 ഈസ് ഗ്രൗണ്ടഡ് ത്രൂ 0.01 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ടു അവോയ്ഡ് നോയ്സ് പ്രോബ്ലം. ഈ ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ നോയ്സ് പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, പിൻ നമ്പർ 5 ഒരു ബേസിക് കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്യും. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 0.01 മൈക്രോഫാരഡ്. അതുപോലെ പിൻ നമ്പർ 6 ഈസ് ഷോർട്ടഡ് ടു പിൻ നമ്പർ 7. പിൻ നമ്പർ 6ഉം 7ഉം ഇൻ്റർ കണക്ട് ചെയ്തത് ത്രഷോൾഡ് ഇൻപുട്ടും ഡിസ്ചാർജ് ഇൻപുട്ടും നമ്മൾ ഷോർട്ട് ചെയ്യും. റെസിസ്റ്റർ RA ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ പിൻ നമ്പർ 6 and 8 ആൻഡ് പിൻ നമ്പർ 7 ഡിസ്ചാർജ് കപ്പാസിറ്റർ കണക്റ്റഡ് വൈൽ പിൻ നമ്പർ 8 ഈസ് കണക്റ്റഡ് ടു സപ്ലൈ വോൾട്ടേജ് VCC. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിന് എന്ത് പറയാം, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. 2 ബേസിക് ആപ്ലിക്കേഷൻ തുറന്ന് ഒന്ന് നമുക്ക് ഫ്രീക്വൻസി ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ക്വയർ വേവിൻ്റെ ഫ്രീക്വൻസി 100 Hz ആണെങ്കിൽ അതിന് നമുക്ക് 50 Hz ആയിട്ട് മാറ്റാം, ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്യാം. PWM-ൽ ഓക്കെ, PWM-ൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നോക്കാം. ഇതുപോലെ തന്നെയാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ തന്നെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവില്ല അല്ലേ. സോ ഇൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ദ ത്രഷോൾഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ട്രിഗർ ഇൻപുട്ട്. The 2 external resistances are RA, RB and C is used in the circuit. The circuit has no stable state. The circuit changes its state alternatively. Hence, the operation is also called a free running നോൺ സൈനുസോയിഡൽ ഓസിലേറ്റർ. അപ്പോൾ ഇവിടെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രിഗർ ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ട്രിഗറും അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ട്രിഗർ ഇൻപുട്ടും ത്രഷോൾഡ് ഇൻപുട്ടും നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
സെയിം വേ പിൻ നമ്പർ 1 നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. പിൻ നമ്പർ 4 and 8 ആർ ഷോർട്ടഡ് ആൻഡ് ദെൻ ടൈഡ് ടു സപ്ലൈ വോൾട്ടേജ് VCC. 4ഉം 8ഉം നമ്മൾ കോമൺലി കണക്ട് ചെയ്തിട്ട് അതിനെ VCCയിലേക്ക് കണക്ട് ചെയ്തു. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം പിൻ നമ്പർ 3. 3യിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തു. 2 and 6 ആർ ഷോർട്ടഡ് ആൻഡ് ദെൻ കണക്റ്റഡ് ടു ഗ്രൗണ്ട് ത്രൂ ദി കപ്പാസിറ്റർ ഗ്രൗണ്ട് ടെർമിനൽ. 2ഉം 6ഉം നമ്മൾ മ്യൂച്വലി ഷോർട്ട് ചെയ്തു. 2ഉം 6ഉം ഇവിടെ 2, 6 മ്യൂച്വലി ഷോർട്ട് ചെയ്തിട്ട് നമ്മളതിനെ കോമൺ ഗ്രൗണ്ട് ചെയ്തു. പിൻ നമ്പർ 7 ഈസ് കണക്റ്റഡ് ടു പ്ലസ് VCC ത്രൂ റെസിസ്റ്റർ RA. പിൻ നമ്പർ 7 നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു? പ്ലസ് VCC ത്രൂ റെസിസ്റ്റൻസ് RA കണക്ട് ചെയ്തു. ആൻഡ് പിൻ നമ്പർ 6 and 7 എ റെസിസ്റ്റർ RB ഈസ് കണക്റ്റഡ്. അതിന് രണ്ടിനും 6നും 7നും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു RB എന്നുള്ള റെസിസ്റ്ററും 7നും 4നും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു RA എന്നുള്ള റെസിസ്റ്ററും കണക്ട് ചെയ്തു. പിൻ നമ്പർ 5 ഈസ് എയ്തർ എ ബൈപ്പാസ് കപ്പാസിറ്റർ. പിൻ നമ്പർ 5 ഒരു ബൈപ്പാസ് കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്തു. 0.01 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഓർ മോഡുലേഷൻ ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. അപ്പോൾ നോർമലി 5th മോഡുലേഷൻ ഇൻപുട്ട് കൊടുത്തൊരു 0.01 മൈക്രോഫാരഡ് കപ്പാസിറ്റർ വഴി നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ അതിൻ്റെ പർപ്പസ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആവാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പൾസ് വിഡ്ത്താണ് മോണോസ്റ്റേബിൾ കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡ്യൂട്ടി സൈക്കിളാണ്. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. The ratio of high output period and low output period is given by mathematical parameter called duty cycle. It is defined as the ratio of on time that is high output to total time of one cycle. High output divided by total time നെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്യൂട്ടി സൈക്കിൾ. അല്ലെങ്കിൽ വളരെ ക്ലിയർ ആണ്, ഹൈ ഔട്ട്പുട്ട് ബൈ ലോ ഔട്ട്പുട്ട് എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് W/T. W എന്ന് പറഞ്ഞാൽ ടൈം ഫോർ വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് ഹൈ. ഔട്ട്പുട്ട് ഹൈ ആവുന്ന ടൈമാണ് W എന്ന് പറയുന്നത്. അല്ലെങ്കിൽ T ഓൺ എന്ന് നമുക്ക് Wനെ പറയാം. അതുപോലെ T എന്ന് പറഞ്ഞാൽ ടൈം ഫോർ വൺ സൈക്കിൾ. ഒരു സൈക്കിളിനെ എൻറ്റയർലി നമ്മൾ എടുക്കുന്ന ടൈമാണ് T എന്ന് പറയുന്നത്. ഇത് നമ്മൾ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡ്യൂട്ടി സൈക്കിൾ ഈക്വൽ ടു W/T × 100%. ഇങ്ങനെയും പറയാം. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ ഈ ഡ്യൂട്ടി സൈക്കിളിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ ടൈം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ചാർജിങ് ടൈം, വാട്ട് ഈസ് മീൻ ബൈ ഡിസ്ചാർജിങ് ടൈം. സോ ദ ചാർജിങ് ടൈം ആൻഡ് ഡിസ്ചാർജിങ് ടൈം ഓഫ് കപ്പാസിറ്റർ is given by charging time equal to 0.693 into RA plus RB into C. 0.693 into RA plus RB into C. എന്താണ് RA എന്താണ് RB നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫിഗറിൽ ഓൾറെഡി RA എന്നുള്ള റെസിസ്റ്ററും RB എന്നുള്ള റെസിസ്റ്ററും C എന്നുള്ള കപ്പാസിറ്റർ ഓൾറെഡി അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ 3 ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ചാർജിങ് ടൈം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജിങ് ടൈമാണ് കാണുന്നതെങ്കിൽ 0.693 into RB into C. ഇങ്ങനെയാണ് ഡിസ്ചാർജിങ് ടൈം കണ്ടുപിടിക്കുക. എന്താണ് RB എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് RB. അപ്പോൾ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും വെച്ച് നമുക്ക് ടോട്ടൽ ടൈം ഫോർ വൺ സൈക്കിൾ കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എനിക്ക് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്കൊരു ഇക്വേഷൻ കിട്ടും. T = 0.693 into RA plus 2RB into C. RA plus 2RB into C. This is very 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 important formula. ഈ രണ്ട് ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ടൈം T. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിൽ ഈ T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം, W എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ചാർജിങ് ടൈം എടുക്കും അല്ലെങ്കിൽ ഡിസ്ചാർജിങ്. നോർമൽ കേസിൽ നമ്മൾ ഹൈ ഔട്ട്പുട്ടാണ് എടുക്കുക, ലോ ഔട്ട്പുട്ട് വരുന്ന കേസും വരാം. അപ്പോൾ ഇതിൽ ഒരു ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി സൈക്കിളിൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ വാല്യൂസൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് കാണാം W/T അല്ലേ. അപ്പോൾ W എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? W എന്നുള്ളത് ഈ 0.693 into RA plus RB into C എന്നുള്ള വാല്യൂ നമ്മൾ Wക്ക് കൊടുത്തു. T എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാല്യൂ നമ്മൾ T ആയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിത് കിട്ടുകയാണെങ്കിൽ Wയും Tയും, Wൻ്റെ സ്ഥാനത്ത് TC എന്നും Tൻ്റെ സ്ഥാനത്ത് Tൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് ഫൈനൽ ഡ്യൂട്ടി സൈക്കിൾ കിട്ടും. RA plus RB divided by RA plus 2RB into 100. RA plus RB divided by RA plus 2RB into 100. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, ഒന്ന് പഠിച്ചു വയ്ക്കുക. RA plus RB into RA plus 2RB into 100. ഈ ഫോർമുലയാണ് പെർസെൻറ്റേജ്. ഇതാണ് ഇപ്പോൾ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഫോർമുല.
ഓക്കെ. അപ്പോൾ ആറേയും ആർ ബിയും തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സൈക്കിൾ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡബ്ല്യൂയും ടിയും തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സൈക്കിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഡ്യൂട്ടി സൈക്കിളിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി? ഫ്രീക്വൻസി വിൽ ബി ഗിവൺ ബൈ 1/t അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് ടൈം അറിയാം, ടൈമിൻ്റെ ബേസിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ടി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീനെ നമ്മൾ 1/t വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് 1.44 ഡിവൈഡഡ് ബൈ RA+2RB ഇൻറ്റു സി. ഇത്രയും ഹേർട്സ് ആയിരിക്കും ഇതിൻ്റെ മൊത്തം ഫ്രീക്വൻസി. 1.44 ഡിവൈഡഡ് ബൈ RA+2RB ഇൻറ്റു സി ഹേർട്സ്. ഇതാണ് എൻ്റയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോമുല യൂസ് ചെയ്യാം, 1.44 ഡിവൈഡഡ് ബൈ RA+2RB ഇൻറ്റു സി. ഡ്യൂട്ടി സൈക്കിൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോമുല യൂസ് ചെയ്യുക. ചാർജിങ് ടൈം കാണാൻ പറഞ്ഞാൽ ഈ ഫോമുല യൂസ് ചെയ്യുക. ഡിസ്ചാർജിങ് ടൈം കാണാൻ പറഞ്ഞാൽ ഈ ഫോമുല യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ RA ഈസ് മച്ച് സ്മാളർ ദാൻ RB. ഡ്യൂട്ടി സൈക്കിൾ അപ്രോച്ചസ് 50% ഓഫ് ഔട്ട്പുട്ട് വേവ് ഫോം അപ്രോച്ചസ് ടു സ്ക്വയർ വേവ്. RA എന്നുള്ളത് RB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് 50% ഡ്യൂട്ടി സൈക്കിളാണ് എപ്പോഴും കിട്ടുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ബേസിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അല്ലേ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ നോക്കുക. നമ്മളെ പ്രോബ്ലം എന്താണ്? എ 555 ടൈമർ ഈസ് കോൺഫിഗേർഡ് ടു അസ്റ്റേബിൾ മോഡ് വിത്ത് RA ഈക്വൽ ടു 4 കിലോ ഓം, RB ഈക്വൽ ടു 4 കിലോ ഓം, C ഈക്വൽ ടു 0.01 മൈക്രോ ഫാരഡ്. ഡിറ്റർമൈൻ ദി ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് ആദ്യം കാണാനുള്ളത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല നമുക്കറിയാലോ, 1.44 ഡിവൈഡഡ് ബൈ RA+2 ഇൻറ്റു RB ഇൻറ്റു സി. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ എന്താ വരിക? 1.44 ഡിവൈഡഡ് ബൈ 4+2 ഇൻറ്റു 4. ഇതൊക്കെ കിലോ ഓമിലാണ്. കിലോ ഓമിൽ നമ്മൾ ശരിക്കും കൺവേർട്ട് ചെയ്യണം. ഒക്കെ ഓമിൽ നമുക്ക് ചെയ്യാം, അതായിരിക്കും നന്നാവും അല്ലേ. അപ്പോൾ RB എന്നുള്ളത് എന്താണ്? 4 ഇൻറ്റു 10⁻³ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.01 ഇൻറ്റു 10⁻⁻6. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കിലോ ഹെർട്സിൽ തന്നെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എഫ് കിട്ടും. എഫ് ഓൾറെഡി നമുക്കറിയാം, 1.44 ഡിവൈഡഡ് ബൈ RA+2RB ഇൻറ്റു സി. നമുക്കിവിടെ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും 12 കിലോ ഹെർട്സ്. സെയിം വേ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ കിട്ടും. ഡ്യൂട്ടി സൈക്കിൾ കാണാൻ പറഞ്ഞാൽ RA+RB ഡിവൈഡഡ് ബൈ RA+2RB. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വാല്യൂ കിട്ടും 4+4 ഡിവൈഡഡ് ബൈ 4+2 ഇൻറ്റു 4. നമുക്കിവിടെ വാല്യൂ കിട്ടും 0.6667. അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ 66.67% എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിളും അതുപോലെ എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അസ്റ്റേബിളും മോണോസ്റ്റേബിളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ അസ്റ്റേബിളിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 4 ഫണ്ടമെൻ്റൽ ആപ്ലിക്കേഷൻസ് ആണ് എന്തിന് വരുന്നത്? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് വരുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ജനറേറ്റർ. ഇതെന്തിൽ യൂസ് ചെയ്യും? ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് അസ്റ്റേബിൾ യൂസ് ചെയ്യാം. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ VCOയിൽ നമ്മൾ യൂസ് ചെയ്യും. FSK ജനറേറ്റർ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും. ഫ്ലാഷർ സർക്യൂട്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ എന്താണ് അസ്റ്റേബിൾ എന്നും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് കവർ ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. എങ്ങനെ നമുക്കതിൻ്റെ കമ്പാരിസൺ പറയാം? 6 ബേസിക് പോയിൻറ്റുകളുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മോണോസ്റ്റേബിളും അസ്റ്റേബിളാണ് പറയുന്നത്. മോണോസ്റ്റേബിളിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് ഓൺലി 1 സ്റ്റേബിൾ സ്റ്റേറ്റ്. ഒരൊറ്റ സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രമേ എന്തിലുള്ളൂ? മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിനുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് അസ്റ്റേബിൾ ദർ ഈസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ. ട്രിഗർ ഈസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ ടു ചേഞ്ച് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് ട്രിഗർ പൾസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്. ട്രിഗർ ഈസ് നോട്ട് റിക്വയർഡ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ റണ്ണിങ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ട്രിഗർ ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ട്രിഗർ ഇൻപുട്ടും ത്രഷോൾഡ് ഇൻപുട്ടും ഇതിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ, 2 കോമ്പണൻസ് R and C ആർ നെസസറി വിത്ത് IC555 ടു ഒബ്റ്റെയിൻ ദി സർക്യൂട്ട്. Rഉം Cയും മാൻഡേറ്ററി ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് അസ്റ്റേബിൾ 3 കോമ്പണൻസ് ദാറ്റ് ഈസ് RA, RB ആൻഡ് C ആർ നെസസറി വിത്ത് IC555 ടു ഒബ്റ്റെയിൻ ദി സർക്യൂട്ട്. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്.
The pulse width is given by W equal to 1.1 into RC. The frequency is given by F equal to 1.44 divided by RA plus 2RB. ഇത്രയും ഹേർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൾസ് വിഡ്ത്തും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ട്രിഗർ പൾസ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിഗർ പൾസിനനുസരിച്ചാണ് അതിൻ്റെ ഫ്രീക്വൻസി ഓപ്പറേഷൻ ഇരിക്കുന്നത്. ദ ഫ്രീക്വൻസി ഓപ്പറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ RA, RB ആൻഡ് C. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ മോണോസ്റ്റേബിൾ ഫ്രീക്വൻസി പറയാത്തത്? അത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിഗർ പൾസിൻ്റെ ബേസിലാണ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാസ്റ്റ് പോയിൻ്റാണ്. ദ അപ്ലിക്കേഷൻസ് ആർ ടൈമർ, ഫ്രീക്വൻസി ഡിവൈഡർ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എക്സെട്ര. അസ്റ്റേബിളിൻ്റെ കേസിൽ ദ അപ്ലിക്കേഷൻസ് ആർ സ്ക്വയർ വേവ് ജനറേറ്റർ, ഫ്ലാഷർ, VCU ആൻഡ് FSK ജനറേറ്റർ. ഇതാണ് ബേസിക്കലി ഒരു മോണോസ്റ്റേബിളും അസ്റ്റേബിളും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ.